അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എനിക്ക് കിട്ടിയേക്കുന്ന മീഷോ പേ ലേറ്റർ ലിമിറ്റ് 6000 രൂപയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇത് ഓരോ രീതിയിലായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ എമൗണ്ട് കിട്ടും, ചിലപ്പോൾ ഇതിൽ കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മീഷോ പേ ലേറ്ററിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഓൾറെഡി പേ ലേറ്റർ ഉണ്ട്. ഇപ്പോൾ അത് മീഷോയിലും വന്നിട്ടുണ്ട്. അപ്പോൾ മീഷോയിൽ അത് കാണാനായിട്ട് ഇടതുവശത്ത് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈ പേയ്മെൻറ്റ്സിന് താഴെ മീഷോ പേ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ബാങ്ക് ആൻഡ് യു പി ഐ ഡീറ്റെയിൽസിൻ്റെ മുകളിലാണിത്. അപ്പോൾ ഈ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞാനത് ചെയ്തുകൊണ്ടാണ് നേരിട്ട് ലിമിറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ മീഷോന്ന് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് കാണാം ഡിസ്കൗണ്ട് അപ് ടു 120 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി കൊടുത്തതുകൊണ്ട് വരത്തില്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ആധാർ നമ്പരും അതുപോലെ തന്നെ ആധാറിലുള്ള പോലെ തന്നെ പേരും കൊടുക്കാനായിരിക്കും. അതിനുശേഷം വരുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് സാലറീഡ് ആണോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആണോ, ആണെങ്കിൽ എത്രയാണ് വരുമാനം, ഈ 3 ഓപ്ഷനേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ വരുന്നത് ഈ ഓപ്ഷനായിരിക്കും, നമ്മുടെ ലിമിറ്റ് എത്രയെന്നായിരിക്കും കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കമ്പനികളുടെയും കാണാൻ പറ്റും. ഇത് ഓരോ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലിമിറ്റാണ്. സ്നാപ്പ് മിൻ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഓരോ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലിമിറ്റാണ്. അത് പലതും നമ്മുടെ സിബിൽ സ്കോറൊക്കെ അനുസരിച്ച് മാറിയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കാണാം 0 ചാർജസ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അടയ്ക്കുകയാണെങ്കിൽ 1 മാസത്തേക്കെന്തോ ആണ് നമുക്ക് ഈ ലിമിറ്റ് കിട്ടുന്നത്. ഈ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പെനാൽറ്റി ചാർജ് വരുന്നത് അപ് ടു 3% മന്ത്ലി ആണ്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ വരുന്ന ചാർജാണ് ഈ ഒരു പെനാൽറ്റി ചാർജ്. അത് 3% ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ഈ ഒരു കമ്പനിയുടെ തന്നെയാണ്. അത് ഫാസ്റ്റർ പ്രോസസ്സ് ആയതുകൊണ്ട് ഇത് തന്നെയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ചെയ്യേണ്ട കാര്യമില്ല, പേ ലേറ്റർ ആക്ടിവേറ്റ് ആയി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പേ ലേറ്റർ കാണുക എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് പേജിലേക്കായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ക്യാഷ് ഓൺ ഡെലിവറി കാണാം, അതുപോലെ തന്നെ പേ ഓൺലൈനിലും കാണാം. കണ്ടോ, ക്യാഷ് ഓൺ ഡെലിവറിയും പേ ഓൺലൈനായിട്ട് ഇപ്പോൾ നല്ല വ്യത്യാസമാണ് മീഷോയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രീപെയ്ഡ് ഓർഡർ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നിങ്ങളുടെ ക്യാഷ് ഓൺ ഡെലിവറിയുടെ താഴത്ത് കാണാം പേ ആഫ്റ്റർ ഡെലിവറി. ഇതാണ് പേ ലെറ്റർ. അപ്പോൾ ഇത് എന്നാണ് തിരിച്ചടയ്ക്കേണ്ടതെന്നും കൊടുത്തിട്ടുണ്ട്. എനിക്ക് 18-ാം തീയതി ഓഗസ്റ്റ് 18-നാണ് അടയ്ക്കേണ്ടത്. വീഡിയോ ചെയ്യുന്നത് 22-ാം തീയതിയാണ് ജൂലൈ. അപ്പോൾ ഞാനതിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ അത് ഓണാകാതെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ അത് ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെയും വരുന്നതായിരിക്കും. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ പേ ആഫ്റ്റർ ഡെലിവറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേസ് ഓർഡർ കൊടുത്താൽ ഓർഡറായി. പിന്നെ കൃത്യമായിട്ട് നമ്മുടെ റീപേയ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ആ ഡേറ്റ് തന്നെ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരത്തില്ല. ഒരു ചാർജും എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ടുമില്ല. അപ്പോൾ സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഉപകാരപ്പെട്ടൊരു ഓപ്ഷനാണ് ഈ ഒരു പേ ലെറ്റർ. അപ്പോൾ നിങ്ങളിത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.